ഇനി മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ ന്യൂസ് മോർണിംഗ് മിക്ക ദിവസങ്ങളിലും പറയാറുള്ളതാണ്, അപകട വാർത്തയില്ലാതെ കടന്നു പോകാറില്ല ഒരു ദിനവും എന്നുള്ളതാണ്. ഇന്നും വ്യത്യാസമില്ല. കോട്ടയം വൈക്കത്ത് നിന്നാണ് അപകട വാർത്ത വരുന്നത്. തോട്ടകത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ചാണ് 2 പേർ മരിച്ചത്. ബൈക്ക് യാത്രികരായ കുടവച്ചൂർ സ്വദേശി വിജീഷ്, പൂച്ചാക്കൽ സ്വദേശി അക്ഷയ് എന്നിവരാണ് മരിച്ചത്. തോട്ടകം സ്വദേശി ആദിദേവിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 10:30-ഓടെയാണ് അപകടം. ജോസി ബാബു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ജോസി, ഈ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന 2 പേരാണോ മരിച്ചിരിക്കുന്നത്? കാറിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? എത്ര പേർ ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിലുണ്ട്? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ജിൽസി, ഇന്നലെ വൈകിട്ട് 10:30-ഓടെയാണ് തോട്ടകത്ത് ഈ അപകടമുണ്ടായത്. ബൈക്കിൽ 3 പേരായിരുന്നു സഞ്ചരിച്ചിരുന്നത്. 3 യുവാക്കളിൽ 2 പേരാണ് മരണപ്പെട്ടത്. കുടവച്ചൂർ സ്വദേശിയായ 35 വയസ്സുള്ള വിജീഷ്, പൂച്ചാക്കൽ സ്വദേശിയായ അക്ഷയ് 19 വയസ്സ് എന്നിവരാണ് മരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരണം സംഭവിച്ചത്. മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. തോട്ടകം സ്വദേശി ആദിദേവിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇയാളെയും സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കാർ യാത്രികർക്ക് പരിക്ക് ഇല്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ദിശ തെറ്റി വന്ന അമിത വേഗത്തിൽ കാറിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും വൈക്കം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ശരി, ജോസി ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.